വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. മാസ്റ്റർ കി അക്കാഡമിയിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് CSCBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്പ്ലനേഷൻ ആണ്. 2024 നടന്ന 2-3 പരീക്ഷകളുടെ കുറച്ച് GK ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. പരീക്ഷകളൊക്കെ വരാൻ പോവുകയാണ്, എല്ലാവരും തയ്യാറെടുത്തിരിക്കുക. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഗാനം രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ ഏതാണ്? നമ്മൾ ദേശീയ ഗാനത്തെ പറ്റി ഇതിനുമുമ്പ് ഒരു ക്വസ്റ്റ്യൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ്. ദേശീയ ഗാനം രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ഓപ്ഷൻസ് ഗുജറാത്തി, ഹിന്ദി, ബംഗാളി, സംസ്കൃതം. നമ്മുടെ ആൻസർ ബംഗാളിയാണ്. അന്നേരം നമ്മുടെ ദേശീയ ഗാനം രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ ഏതെന്ന് ചോദിച്ചാൽ ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ടാഗോർ തന്നെയാണ്. അതായത് ജനഗണമന രചിച്ചതും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ദേശീയ ഗീതത്തെ പറ്റിയുള്ള കുറച്ച് എക്സ്പ്ലനേഷൻ ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. അന്നേരം വന്ദേ മാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. എന്നാൽ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം INC സമ്മേളനം, INC ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. അന്നേരം വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസിന്റെ സമ്മേളനം, INCയുടെ സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ കൊൽക്കട്ട സമ്മേളനം. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ കൊൽക്കട്ട സമ്മേളനമാണ്. അത് നടന്നത് 1896 അന്നേരം 1896 കൊൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത്. അത് ആലപിച്ചത് ആരെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോറും. ആ സമയത്തെ INCയുടെ, അതായത് 1896 വന്ദേ മാതരം ആലപിച്ച കൊൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ റഹ്മത്തുള്ള സയാനിയാണ്. കേന്ദ്രം 3-4 ക്വസ്റ്റ്യൻ വിടുന്നുണ്ട്. അതായത് വന്ദേ മാതരം ആദ്യമായി ആലപിച്ച INC സമ്മേളനം കൊൽക്കട്ട സമ്മേളനമാണ്. അത് 1896 ആ സമ്മേളനം നടന്നത്. അതിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ റഹ്മത്തുള്ള സയാനിയാണ്. ഓക്കെ, ഇനി ഏതു കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. 1882 ഇത് രചിക്കപ്പെട്ടത്. അന്നേരം ഏതു കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആനന്ദമഠം. 1882 വർഷം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേ ഉള്ളൂ. നമുക്ക് ഏറ്റവും പ്രധാനം ഏത് കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. ഓക്കെ, വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത്, വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് മദർ ഐ ബോഡ് ടു ദി എന്നാണ്. എന്താണ്? മദർ ഐ ബോഡ് ടു ദി എന്നാണ് വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത്. ഇനി വന്ദേ മാതരത്തിന് ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദ ഘോഷാണ്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? അരബിന്ദ ഘോഷാണ് വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത്. ഇനി വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് വിത്ത് ഡേറ്റ് സഹിതം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 1950 ജനുവരി 24 അന്നേരം വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24
വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം. വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലും ജനഗണമന രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലുമാണ്. ഇനി ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് ഭാരത് വിധാത എന്നാണ്. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്താണ് ഭാരത് വിധാത എന്നുള്ളതാണ്. അന്നേരം വന്ദേ മാതരം തുടക്കത്തിൽ ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിധാത എന്നാണ്. ഇനി ജനഗണമനയെ ഇന്ത്യൻ ദേശീയ ഗാനമായി അംഗീകരിച്ചത്, ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. അന്നേരം നോക്കിയേ, വന്ദേ മാതരത്തിനെ ഗീതമായി അംഗീകരിക്കുന്നതും ജനഗണമനയെ ഇന്ത്യൻ ദേശീയ ഗാനമായി അംഗീകരിച്ച് ഒരേ വർഷം ഒരേ ഡേറ്റ് തന്നെ 1950 ജനുവരി 24. അന്നേരം രണ്ടും പഠിക്കാൻ എളുപ്പമുണ്ട്. 1950 ജനുവരി 24 വന്ദേ മാതരത്തെ ദേശീയ ഗാനമായും ജനഗണമനയെ ദേശീയ ഗീതമായും അംഗീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കട്ട സമ്മേളനം 1911. രണ്ടും കൊൽക്കട്ട സമ്മേളനമാണ്, പക്ഷെ വർഷത്തിന് വ്യത്യാസമുണ്ട്. മറ്റേടത്ത് 1896 ആയിരുന്നു എങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോകാം ആ ഭാഗത്തേക്ക്. ഏതാ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കട്ട സമ്മേളനം 1896. അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി. നമ്മളിവിടെ നോക്കുന്നത് ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം, അതും കൊൽക്കട്ട സമ്മേളനം. വർഷത്തിന് വ്യത്യാസം 1911. അധ്യക്ഷൻ BN ദർ ആണ്. അധ്യക്ഷൻ ആരാണ്? BN ദർ ആണ്. അന്നേരം രണ്ടും ഗീതവും ഗാനവും ഏത് സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിച്ചത് വെച്ചാൽ കൊൽക്കട്ട സമ്മേളനം. വന്ദേ മാതരം 1896 കൊൽക്കട്ട സമ്മേളനത്തിലെങ്കിൽ ജനഗണമന 1911 കൊൽക്കട്ട സമ്മേളനത്തിനകത്ത് ആണ് ആദ്യമായിട്ട് ആലപിച്ചിരിക്കുന്നത്. ഇനി ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ് ആണ്. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്ര സെക്കൻഡ് ആണ്? 52 സെക്കൻഡ് ആണ് ആവശ്യം. ഇനി ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ എന്താണ്? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്തായിരുന്നു എന്ന് നോക്കിയേ. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ മദർ ഐ ബോട്ട് ടു ദി എന്നാണ്. എന്താണ്? മദർ ഐ ബോട്ട് ടു ദി എന്നാണ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇനി ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത്, ഇതും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂർ. എന്താണ്? ദേശീയ ഗാനത്തിന് അല്ലെങ്കിൽ ജനഗണമനയ്ക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കോണം. ചിലപ്പോൾ ജനഗണമനയെന്നോ വന്ദേ മാതരം ഒന്നും ആയിരിക്കില്ല തരുന്നത്, അവിടെ ദേശീയ ഗാനം എന്നും ഗീതം എന്ന് എടുത്തു പറയാം. അന്നേരം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഗാനം, ഗണമന, ജനഗണമന, ഗീതം, മാതരം. ആ ഗീതത്തിനകത്ത് തായുണ്ട്. അന്നേരം വന്ദേ മാതരം. ഗാനം എന്ന് പറയുമ്പോൾ ജനഗണമന. നോക്കി വേണേ ആൻസർ എഴുതാനായിട്ട്. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ജനഗണമന എന്നോ വന്ദേ മാതരം ഒന്നും തരത്തില്ല, ഗീതം എന്നോ ഗാനം എന്നേ തരുത്തുള്ളൂ. അന്നേരം അത് നോക്കി പഠിക്കുക. ഗീതത്തിനകത്ത് തായുണ്ട്, അന്നേരം വന്ദേ മാതരം. ഗാനം വെക്കുമ്പോൾ ആ ജനഗണമന ഒരു ഗായില്ലേ അതിനകത്ത്, അങ്ങനെ നോക്കി പഠിക്കുക. അന്നേരം ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂർ. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഭാഷ ശങ്കരാഭരണം. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനുകളാണ്. അന്നേരം ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഭാഷ ഏതാണ്? ശങ്കരാഭരണമാണ്. ഓക്കെ, അന്നേരം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് നോക്കി പോവാം. കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത്. ഇതിൻ്റെ പ്രീവിയസ് ഇയർ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ദേശീയ ഗാനം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി ഭാഷ. ഉണ്ടാവും ഇവിടെ ഗാനം എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്, ജനഗണമനയെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അതിന് ദേശീയ ഗാനം രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി
ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ആര് തന്നെയാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതത്തെ പറ്റിയാണ് നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്യുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഗീതം വന്ദേ മാതരം. ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനി വന്ദേ മാതരം ആദ്യമായി ആലപിച്ച INC അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത സമ്മേളനം 1896 അതിന്റെ അധ്യക്ഷൻ, ആ കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനിയാണ്. ഇനി ഏത് കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. അതിന്റെ വർഷം ജസ്റ്റ് സൂചിപ്പിക്കുന്നു, 1882. വർഷം തിരിഞ്ഞു പോലെ 800 ആണ്. ഇവിടെ 1896, ഇത് 1882. ഓപ്ഷനകത്ത് 900ന്റെ ഓപ്ഷനും കണ്ടിരിക്കും അതിനകത്ത്. ഇനി വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് മദർ ഐ ബോ ടു ദി എന്നാണ്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദ ഘോഷാണ്. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃത ഭാഷ. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിധാത എന്നാണ്. ജനഗണമനയെ ഇന്ത്യൻ ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷവും 1950 ജനുവരി 24. ഇനി ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം 1911. അതിന്റെ അധ്യക്ഷൻ BN ദർ ആണ്. ഇനി ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ് ആണ്. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂർ ആണ്. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഭാഷ ശങ്കരാഭരണം. ഗാനം എന്ന് പറയുമ്പോൾ ഓർത്തോണം ജനഗണമനയെന്നും ചിലപ്പം അങ്ങനെയും വരാം. കാരണം നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഇന്ത്യയുടെ ദേശീയ വൃക്ഷമേത്? ഓക്കെ, നമ്മൾ ദേശീയ ഗാനത്തെ പറ്റിയും ഗീതത്തെ പറ്റിയും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ വൃക്ഷമേത്? അരയാൽ, കണിക്കൊന്ന, പേരാൽ, മഹാഗണി. നമുക്കറിയാം ആൻസർ ഏതാണ്? പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. ഓക്കെ, അതിന് പേരാലിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെ പറ്റി കുറച്ച് എക്സ്പ്ലനേഷൻ ആണ് അടുത്ത് തരാനുള്ളത്. ജസ്റ്റ് ഒരു പോയിന്റ് നോട്ട് ചെയ്ത് പോവുക. പേരാലിന്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ്. എന്താണ് പേരാലിന്റെ ശാസ്ത്രീയ നാമം? എന്താണ്? ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ് പേരാലിന്റെ ശാസ്ത്രീയ നാമം. ജസ്റ്റ് ഒന്നിരിക്കട്ടെ. ഇനി നമ്മുടെ ദേശീയ ചിഹ്നങ്ങളാണ്. നമ്മുടെ ബേസിക് ആയിട്ട് വേണ്ടുന്ന കുറച്ച് GK ആണ് ഈ പറയുന്നത്. അതായത് ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക. ദേശീയ മുദ്ര സിംഹമുദ്ര. പതാക ത്രിവർണ പതാക, മുദ്ര സിംഹമുദ്ര, ഗാനം ജനഗണമന, ഗീതം വന്ദേ മാതരം, ദേശീയ ഭാഷ ഹിന്ദിയാണ്, ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടർ. ബാക്കിയൊക്കെ പെട്ടെന്ന് നമ്മൾ എഴുതി വെക്കും. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടർ. ദേശീയ പക്ഷി മയില്. ദേശീയ മൃഗം കടുവ. അന്നേരം ദേശീയ പക്ഷി മയില്, ദേശീയ മൃഗം ഏതാണ്? കടുവയാണ്. ഇനി ദേശീയ പൈതൃക ജീവി ആന. അന്നേരം ദേശീയ മൃഗം ചോദിച്ചാൽ കടുവയെങ്കിൽ ദേശീയ പൈതൃക ജീവി ഏതാണ്? ആനയാണ്. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ഏതാണ്? ഗംഗാ ഡോൾഫിൻ. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ആണ്. ദേശീയ ഫലം മാങ്ങ. ദേശീയ ഫലം ഏതാണ്? മാങ്ങയാണ്. ദേശീയ പുഷ്പം താമര. ഇനി ദേശീയ നൃത്തരൂപം ഭരതനാട്യം. റെയർ പോയിന്റ് ആണ്. ദേശീയ നൃത്തരൂപം ഭരതനാട്യം. ബാക്കി നമുക്ക് പെട്ടെന്ന് എഴുതി പോകും. അതായത് ദേശീയ ഫലം ചോദിച്ചാലും ദേശീയ പുഷ്പം ചോദിച്ചാലും പെട്ടെന്ന് നമ്മൾ എഴുതും. പെട്ടെന്ന് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് ദേശീയ നൃത്തരൂപം ഭരതനാട്യം. അതിനകത്ത് കുച്ചിപ്പിടി കാണും, മോഹിനിയാട്ടം കാണും. അന്നേരം ദേശീയ നൃത്തരൂപം ഏതാണ്? ഭരതനാട്യം. ഭാരതം എന്ന് ഓർത്ത് വെച്ചേ. എന്നാൽ ചിലപ്പോൾ പരീക്ഷ കാലി ചിലപ്പോൾ കൺഫ്യൂഷൻ
ശേഷം വരുന്ന ഫാക്ടറാണ് കുച്ചിപ്പിടി, മോഹിനിയാട്ടം, ഭരതനാട്യം വരുന്നത്. ഭാരതത്തിന്റെ നൃത്തരൂപം ഭരതനാട്യം എന്ന് ഓർക്കുക. അന്നേരം ദേശീയ നൃത്തരൂപം ഏതാണ്? ഭരതനാട്യം. ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഏറ്റവും റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. ദേശീയ മത്സ്യം ഐക്കൂറ. ദേശീയ മത്സ്യം ഏതാണ്? ഐക്കൂറയാണ്. ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. ഓക്കെ, എന്നിട്ട് ഇത് രണ്ട് റെയർ പോയിന്റ് ആയിട്ട് കണക്കൂട്ടുക. ദേശീയ മത്സ്യം ഐക്കൂറ, ദേശീയ നൃത്തരൂപം നമ്മളിങ്ങനെ തരത്തില്ല, ഭാരതത്തിന്റെ ദേശീയ നൃത്തരൂപം ഭരതനാട്യം എന്ന് ഓർത്ത് പഠിച്ചാൽ കിട്ടും. ഇനി ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. ദേശീയ മത്സ്യം ഐക്കൂറ, ദേശീയ നദി ഏതാണ്? ഗംഗാ നദി. ഓക്കെ, നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് നോക്കിപ്പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചേക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അരയാല്, കണിക്കൊന്ന, പേരാല്, മഹാഗണി. നമ്മുടെ ആൻസർ ഏതാണ്? പേരാല്. ജസ്റ്റ് അതിന് ചെറിയൊരു പോയിന്റ് കൊണ്ട് നോട്ട് ചെയ്ത് പോകുന്നു. എന്താണ് പേരാലിന്റെ ശാസ്ത്രീയ നാമം? ഫൈക്കസ് ബംഗാളൻസിസ്. പേരാലിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? ഫൈക്കസ് ബംഗാളൻസിസ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക, ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര, ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ ഭാഷ ഹിന്ദി, ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ, ദേശീയ പക്ഷി മയില്, ദേശീയ മൃഗം കടുവ. ദേശീയ പൈതൃക ജീവി ആന, ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ, ദേശീയ ഫലം മാങ്ങ, ദേശീയ പുഷ്പം താമര, ദേശീയ നൃത്തരൂപം ഭരതനാട്യം, ദേശീയ കായിക വിനോദം ഹോക്കി, ദേശീയ മത്സ്യം ഐക്കൂറ, ദേശീയ നദി ഗംഗ. നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ന്യൂയോർക്ക്, ടോക്കിയോ, പാരീസ്, ലണ്ടൻ. നമ്മുടെ ആൻസർ ലണ്ടൻ ആണ്. അന്നേരം ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടൻ ആണ്. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. അതിന്റെ ആസ്ഥാനം എവിടാണ്? ലണ്ടൻ ആണ്. നോക്കിയേ, ആംനസ്റ്റി ഇന്റർനാഷണലിനെ പറ്റി കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ. എന്താണ്? പീറ്റർ ബെനൻസൺ. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകന്റെ പേര് പീറ്റർ ബെനൻസൺ എന്നാണ്. ആംനസ്റ്റി എന്ന വാക്കിനർത്ഥം പൊതുമാപ്പ്. എന്താണ്? ആംനസ്റ്റി എന്ന വാക്കിനർത്ഥം എന്താണ്? പൊതുമാപ്പ് എന്നാണ് ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം 1961 ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം എന്താണ്? 1961 ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം. അന്നേരം ഒരു സെക്കൻഡ് ഒന്നുകൂടെ. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം എന്നാണ്? 1961. ക്വസ്റ്റ്യൻ ഉണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം 1961. ആംനസ്റ്റി ഇന്റർനാഷണലിൽ സമാധാന നോബൽ ലഭിച്ച വർഷം 1977. അന്നേരം സ്ഥാപിതമായ വർഷത്തേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ആംനസ്റ്റി ഇന്റർനാഷണലിൽ സമാധാന നോബൽ ലഭിച്ച വർഷം. സമാധാന നോബൽ ലഭിച്ച വർഷം 1977. നമ്മുടെ UN ഇതര സംഘടനകളിൽ കൂടുതലും നമുക്ക് ചോദ്യം വരുന്നത് ആ UN സംഘടനകളുടെ ആസ്ഥാനവും മിക്കവാറും എല്ലാ സംഘടനകൾക്കും സമാധാന നോബൽ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു വർഷം കൂടാണ് നമുക്ക് കൂടുതൽ ചോദിക്കുന്നത്. അതിന് നമുക്കിവിടെ ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് 61. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്റർനാഷണലിൽ സമാധാന നോബൽ ലഭിച്ച വർഷം എന്നാണ്? 1961 ആംനസ്റ്റി ഇന്റർനാഷണലിൽ സമാധാന നോബൽ ലഭിച്ചത്.
1977. ആംനസ്റ്റി ഇന്റർനാഷണൽ സമാധാന നോബൽ ലഭിച്ച വർഷം 1977. ഇനി വേണ്ടേ നമുക്ക് അതിനകത്തൊരു കൊട്ടേഷനാണ് പറയാനുള്ളത്. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തി വെക്കുന്നതാണ്. എന്താണ്? ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തി വെക്കുന്നതാണ് എന്ന് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ്? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരുടെയാണ്? ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആപ്തവാക്യം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തി വെക്കുന്നതാണ് എന്നത് ഏത് സംഘടനയുടെ ആപ്തവാക്യം എന്ന് ചോദിച്ചിട്ടുണ്ട്? ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ. ഇനി ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഇന്ത്യയിലെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അതായത് നമുക്ക് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടനാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കാം. ഇത് ഇഷ്ടംപോലെ ഉണ്ട്, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ. ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം പൊതുമാപ്പ് എന്നാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം 1961. ആംനസ്റ്റി ഇന്റർനാഷണലിന് സമാധാന നോബൽ ലഭിച്ച വർഷം 1977. ഇരുട്ടിനെ ശമിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തി വെക്കുക എന്നതാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആപ്തവാക്യം. ആംനസ്റ്റി ഇന്റർനാഷണലിലെ ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. ഓക്കെ, ഇനി നമ്മുടെ UN ഇതര സംഘടനകളുടെ എല്ലാ ആസ്ഥാനങ്ങൾ നമുക്ക് പഠിച്ചു പോകാം. അടുത്ത വേറൊരു വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് തരാം. തൽക്കാലം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട UNന്റെ ഇതര സംഘടനകളുടെ ആസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ UNO യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന്റെ ആസ്ഥാനം മാൻഹാട്ടൻ ന്യൂയോർക്ക്. ന്യൂയോർക്ക് എന്നാണ് കൂടുതൽ ഓപ്ഷനിൽ വരുന്നത്. പ്രോപ്പർ സ്ഥലമാണ് ചോദിക്കുന്നതെങ്കിൽ മാൻഹാട്ടൻ ന്യൂയോർക്ക്. അന്നേരം UNOയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലെ മാൻഹാട്ടൻ ആണ്. ഇനി UNന്റെ യൂറോപ്പിന്റെ ആസ്ഥാനം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണേ. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ മാൻഹാട്ടൻ ന്യൂയോർക്ക്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. UNന്റെ യൂറോപ്പിലെ ആസ്ഥാനം. UN എന്ന സംഘടനയ്ക്ക് യൂറോപ്പിലൊരു ആസ്ഥാനമുണ്ട്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലൻഡ്. ഈ ജനീവ സ്വിറ്റ്സർലൻഡ് എന്ന് പഠിച്ചു വെക്കണം. കാരണം നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആസ്ഥാനം ജനീവ എന്ന് നമ്മൾ പഠിച്ചു പോയി. പരീക്ഷയ്ക്ക് വെച്ചെന്ന് ചോദിച്ചപ്പം അവിടെ ജനീവ അല്ലായിരുന്നു ഓപ്ഷനിൽ ഇട്ടിരുന്നത്, സ്വിറ്റ്സർലൻഡ് എന്നായിരുന്നു. നമുക്ക് ആ രാജ്യം കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നു. അതിന് UNന്റെ യൂറോപ്പിലെ ആസ്ഥാനം ചോദിച്ചാൽ എവിടാണ്? ജനീവ, സ്വിറ്റ്സർലൻഡ്. അതിന്റെ ക്വസ്റ്റിന്റെ വ്യത്യാസം മനസ്സിലായോ? UNന്റെ ആസ്ഥാനം ചോദിച്ചാൽ മാൻഹാട്ടൻ ന്യൂയോർക്കും, UNന്റെ യൂറോപ്പിലെ ആസ്ഥാനം ചോദിച്ചാൽ ജനീവ, സ്വിറ്റ്സർലൻഡ്. ഇത് ഇങ്ങനെ തന്നെ എടുത്ത് ചോദിക്കും. UNന്റെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്താണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം ഹേഗ്, നെതർലൻഡ്. ഓപ്ഷൻ കൂടുതലും ഹേഗ് എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിന് എന്താണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്, നെതർലൻഡ്. ഇനി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA. കൂടുതൽ ഓപ്ഷനിൽ IAEA എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി എന്ന IAEA വിയന്ന. ആ ഒരു താളത്തിലൊക്കെ പഠിക്കാൻ കിട്ടും. IAEA വിയന്ന. നോക്കേ, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA ആസ്ഥാനം ഏതാണ്? വിയന്ന. ഓക്കെ, ഓസ്ട്രേലിയ അല്ലേ? ഓസ്ട്രിയയുടെ തലസ്ഥാനമാണ് വിയന്ന. നമ്മൾ തലസ്ഥാനം ക്യാപിറ്റലൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ തന്നിട്ടുണ്ട് ഓസ്ട്രിയയും രണ്ടാണ്. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം ക്യാൻബറയും ഓസ്ട്രിയയുടെ തലസ്ഥാനം ഏതാണ്? വിയന്ന. അതിന് IAEAയുടെ ആസ്ഥാനം ഏതാണ്? വിയന്ന. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവ. നോക്കിക്കേ, ജനീവ ആസ്ഥാനമായ കുറച്ച് UN സംഘടനകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILOയുടെ ആസ്ഥാനം ജനീവ. ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം ജനീവ. ഇതിന്റെ എല്ലാം ഇപ്പുറത്തെ സ്വിറ്റ്സർലൻഡ് എന്ന് ഓർത്ത് പഠിച്ചു പോണേ. ചിലപ്പോൾ ജനീവ ആയിരിക്കും വരുന്നത്, സ്വിറ്റ്സർലൻഡ് എന്നായിരിക്കും ഓപ്ഷൻ വരുന്നത്. അതിന്
അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO ജനീവ ആസ്ഥാനം. അടുത്തത് ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആസ്ഥാനം ജനീവ. ലോക വ്യാപാര സംഘടന WTO ആസ്ഥാനം ജനീവ. ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ILO, WHO, WTO ഇതിന്റെ എല്ലാം ആസ്ഥാനം ജനീവയാണ്. കൂടാതെ UN-ന്റെ യൂറോപ്പിന്റെ ആസ്ഥാനം എവിടാണ്? ജനീവയാണ്. ഓക്കെ, ലോകബാങ്ക് വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ആണ്. അടുത്തത് അന്താരാഷ്ട്ര നാണയനിധി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF-ന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ആണ്. നോക്കി, വാഷിംഗ്ടൺ ആസ്ഥാനമായ 2 പ്രധാനപ്പെട്ട സംഘടനകൾ, അതിൽ ലോകബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടണ്, അന്താരാഷ്ട്ര നാണയനിധി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആസ്ഥാനം IMF-ന്റെ ആസ്ഥാനം എവിടാണ്? വാഷിംഗ്ടൺ ആണ്. ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന, ഷോർട്ട് ഫോമിൽ യുനെസ്കോ എന്ന് തന്നെയാണ് നമുക്ക് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. യുനെസ്കോ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ക്വസ്റ്റ്യൻ വരുമ്പോൾ യുനെസ്കോ എന്ന ആസ്ഥാനം എന്നാണ് ചോദിക്കുന്നത്. ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന. നമ്മൾ ഈ ഷോർട്ട് ഫോം പഠിക്കുക. യുനെസ്കോ പാരീസ്, യുനെസ്കോയുടെ ആസ്ഥാനം എവിടാണ്? പാരീസ്, ഫ്രാൻസ്. അന്താരാഷ്ട്ര ശിശുക്ഷേമ സമിതി യുനിസെഫ്. ഇത് രണ്ടും ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളൂ കൂടുതലും. ഏതാണ്? അന്താരാഷ്ട്ര ശിശുക്ഷേമ സമിതി യുനിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. എന്നിട്ട് യുനെസ്കോ പാരീസും യുനിസെഫ് ന്യൂയോർക്കും. തിരിഞ്ഞു പോരുതേ. യുനെസ്കോ പാരീസ്, യുനിസെഫ് ന്യൂയോർക്ക്. ഓക്കെ, UN വിമന്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. അന്നേരം നോക്കിയേ, എന്താണ് ശിശുവും വിമണും ന്യൂയോർക്ക് ഒന്ന് പഠിച്ചു വെക്കുക. അങ്ങനെ ഓർത്താലും മതി. ചിൽഡ്രനും വിമണും അല്ലേ? എന്താണ് സി ഇതാണ് ഇവിടെ ഉണ്ട്. ഇവിടെ ചിൽഡ്രൻ കിടപ്പുണ്ട്. വിമൻ ചോദിച്ചാൽ ന്യൂയോർക്ക്. തെറ്റിപ്പോകരുത്. പെട്ടെന്ന് പഠിക്കാൻ നമുക്ക് കിട്ടും. പരീക്ഷ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഇതൊക്കെ തിരിഞ്ഞു പോകും. അതിന് വേണ്ടി ഇങ്ങനെ പഠിച്ചു വെക്കുക. ശിശുവും വിമണും ന്യൂയോർക്കിലാണ്. യുനിസെഫിന്റെയും വിമണിന്റെയും ആസ്ഥാനം UN വിമണിന്റെ ആസ്ഥാനം എവിടാണ്? ന്യൂയോർക്കിലാണ്. എങ്കിൽ യുനെസ്കോ ഇവിടെ ആസ്ഥാനം യുനെസ്കോയുടെ ആസ്ഥാനം പാരീസിലാണ്. ഇനി ലോക ഭക്ഷ്യ കാർഷിക സംഘടന FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം റോം, ഇറ്റലി. ഭക്ഷ്യ കാർഷികം റോം, ഇറ്റലി. അന്താരാഷ്ട്ര ഭക്ഷ്യ കാർഷിക സംഘടന ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം റോം, FAOയുടെ ആസ്ഥാനം എവിടാണ്? റോം, ഇറ്റലി. ആഗോള തപാൽ യൂണിയൻ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ആസ്ഥാനം ബേൺ. ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ റെയർ വേർഡായിട്ട് തോന്നും. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേൺ, സ്വിറ്റ്സർലൻഡ്. എന്നാ നോക്കിയേ, ആഗോള തപാൽ യൂണിയൻ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ UPയുടെ ആസ്ഥാനം ബേൺ, സ്വിറ്റ്സർലൻഡിലാണ്. ഓക്കെ, ഞാൻ നോക്കി. അടുത്തത് അന്താരാഷ്ട്ര പരിസ്ഥിതി ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി UNEP യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം. ഇതിലേക്ക് മലയാളം നിങ്ങളങ്ങ് വിട്ടേരെ. അതിന്റെ ഷോർട്ടൊക്കെയാണ്. നമ്മൾ അറിയാൻ വേണ്ടി മാത്രമാണ് മലയാളം വിട്ടിരിക്കുന്നത്. ഷോർട്ട് ഫോം തന്നെ പഠിച്ചു വെക്കുക. UNEP യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം നെയ്റോബി, കെനിയ നല്ലോണം പഠിച്ചു വെക്കണം. നെയ്റോബി എന്ന് ചോദിച്ച് അവസാനം അവർ കെനിയ ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് വേണമെങ്കിൽ കൊണ്ടിടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അന്നേരം നോക്കിയേ, UNEP യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി, കെനിയ. കോമൺവെൽത്തിന്റെ ആസ്ഥാനം ലണ്ടൻ ആണ്. നമ്മൾ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടൻ ആണ്. വീണ്ടും ലണ്ടൻ ആസ്ഥാനമായി മറ്റൊരു സംഘടന കോമൺവെൽത്ത് രാജ്യങ്ങൾ ബ്രിട്ടന്റെ അധീനതയിലുള്ളതിനാൽ ലണ്ടൻ ഓർത്താൽ മതി. അതിന് കോമൺവെൽത്ത് എന്താണ്? ലണ്ടൻ ആണ് ആസ്ഥാനം. ആസിയാന്റെ ആസ്ഥാനം ജക്കാർത്ത. അന്നേരം യുനെസ്കോ പാരീസ്, യുനിസെഫ് ന്യൂയോർക്ക്, ആസിയാൻ ജക്കാർത്ത. ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ആസിയാന്റെ ആസ്ഥാനം എവിടാണ്? ജക്കാർത്ത. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADB മനില. നമ്മൾ ഏകദേശം ഈ ഒരു ഫീൽഡിൽ കയറിയപ്പം തൊട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സംഭവമാണ് ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ADBയുടെ ആസ്ഥാനം ഇങ്ങനെ ഷോർട്ടിലും ചോദിച്ചിട്ടുണ്ട്, ഫുൾ നെയിമിലും ചോദിച്ചിട്ടുണ്ട്. മലയാളത്തിൽ
ആവർത്തനം ചോദിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം മനില, ഫിലിപ്പൈൻസ്. മനില എന്ന ഓപ്ഷനും ഉണ്ടായിരുന്നു, ഫിലിപ്പൈൻസ് എന്നുള്ള ഓപ്ഷനുകൾ വന്ന ക്വസ്റ്റ്യനും ഉണ്ട്. അതിൽ ADBയുടെ ആസ്ഥാനം എവിടാണ്? മനില, ഫിലിപ്പൈൻസ്. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു. സാർക്കിന്റെ ആസ്ഥാനം എവിടാണ്? കാഠ്മണ്ഡു. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ്. ഇങ്ങനെ തന്നെ പഠിക്കുക, ബെൽജിയം എന്നും കൂടെ പഠിക്കുക. എന്താണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം? ബെൽജിയം, ബ്രസൽസ്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബെൽജിയം, ബ്രസൽസ്. ഇപ്പൊ ഈ സംഘടനകൾക്ക് ഇച്ചിരി പ്രസന്റ്ലി ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മുടെ അമേരിക്കയിൽ ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം കുറേ സംഘടനകളിൽ നിന്ന് അമേരിക്ക വിട്ടുമാറിയിട്ടുണ്ട്. ചിലപ്പം പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് അത് തന്നെ ആയിരിക്കും. എന്തൊക്കെയാണോ റീസെന്റ് ഏതെങ്കിലും ഒരു സംഘടനകളിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പരീക്ഷകളിൽ പ്രതീക്ഷിക്കേണ്ടുന്നത് അതിന്റെ ആസ്ഥാനങ്ങളൊക്കെ ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. യൂറോപ്യൻ യൂണിയൻ നല്ലവണ്ണം ഓർത്ത് നോക്കുക, ബെൽജിയത്തിലെ ബ്രസൽസ്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം എവിടാണ്? ബെൽജിയം, ബ്രസൽസ്. ഇനി ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസ് അബാബ. ആഡിസ് അബാബ. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം എവിടാണ്? ആഡിസ് അബാബ. ഓക്കെ, വലിയ പ്രാധാന്യമായിട്ട് ഒന്നും കൂട്ടുന്നില്ല, എന്നാൽ നമ്മൾ എഴുതിയിരുന്നു എന്താണ്? ആഫ്രിക്കൻ യൂണിയൻ. എന്നിട്ട് 2 യൂണിയൻ ആണ്. യൂറോപ്യൻ്റെത് ബെൽജിയത്തിലെ ബ്രസൽസും ആഫ്രിക്കയുടെ ആഡിസ് അബാബ. ആഫ്രിക്കൻ യൂണിയൻ്റെത് ആഡിസ് അബാബ. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ മാരിടൈം, IMO എന്നാണ് അതിന്റെ ഫുൾ നെയിം, ഷോർട്ട് ഫോം വരുന്നത്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ആസ്ഥാനം ലണ്ടൻ ആണ്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടാണ്? ലണ്ടൻ ആണ്. ഒപ്പക്കിന്റെ ആസ്ഥാനം വിയന്ന. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒപ്പക് എന്ന സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? വിയന്ന ആണ്. എന്നിട്ട് ഈ സംഘടനകളൊക്കെ ഓർത്ത് വെക്കുക.